വെൽക്കം ടു കഡ്മിഷി ഫാമിലി. ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങൾ പലർക്കും അറിയായിരിക്കും ഞാൻ മിസ്സസ് കേരളയുടെ കോമ്പറ്റീഷന് പങ്കെടുത്ത കാര്യം. അപ്പോൾ അതിന്റെ കുറേ വിശേഷങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു, മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഒരു കുഞ്ഞു വീഡിയോ, കുഞ്ഞിതല്ല കുറച്ചധികം വലിയ വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിന്റെ ക്ലിപ്പിംഗ്സും എല്ലാം ഞാൻ കാണിക്കാം. അതോടൊപ്പം ഞാൻ പറയുന്നതും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആള് എൻ്റെ മോർ ദാൻ സിസ്റ്റർ ആണ്. സിസ്റ്ററിനേക്കാൾ കൂടുതൽ വെരി ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ലക്ഷ്മി. അപ്പോൾ അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ വന്നിട്ടുണ്ട്, ചേച്ചി അത് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ വേണോ വേണ്ടേന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു. സോ ഫൈനലി ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡ് അമ്മ കൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അയച്ചേക്കാന്ന്. അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ അത് അയച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഓഡിഷൻ വിളിച്ചു. ഓക്കെ, അപ്പോൾ ഓഡിഷൻ നമ്മുടെ ഒലി ഡൗൺ ടൗണിലായിരുന്നു. അപ്പോൾ നമ്മൾ ഓഡിഷന് പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് ആണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കുറേ ഇൻ ദ സെൻസ് 4-5 ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. ബട്ട് 1-2 പേരുടെ മാത്രമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി നമുക്ക് കാണാം. ഹലോ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഗൃഹലക്ഷ്മിയുടെ കാര്യം. അപ്പൊ നമ്മുടെ ഒരു ഫാമിലിയിലെ മെമ്പറാണ്. ആള് പറഞ്ഞത് വെറും ഫാൻ അല്ലാന്നാണ് കേട്ടോ. ഉഷ ഫാനിനേക്കാൾ വലിയ ഫാനാന്ന് പറഞ്ഞത്. ഫാനല്ല എന്താ പറയാ, ചേച്ചി എന്നെ ശരിക്കും എന്താ പറയാ ഓൺലൈൻ ഗുരു ഫിറ്റ്നസ്. സോ സ്വീറ്റ്, ഭയങ്കര സ്വീറ്റ് ആണ് ആള്. ഞാൻ ഭയങ്കര ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് ചേച്ചിയെ കണ്ടുമുട്ടുന്നത്. സ്റ്റേജില് ആക്ച്വലി ഡെലിവറി കഴിഞ്ഞിട്ട് 90 kg ആയിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യണം, കാരണം ഭയങ്കര ഡിപ്രഷനായി, എന്ത് ചെയ്യണം അറിയില്ല, പുറത്തു പോലും ഇറങ്ങാൻ തോന്നിയില്ല. പ്രീറ്റം ഡെലിവറിക്ക് ആയിരുന്നു. അപ്പോഴാണ് യാദൃശ്യമായിട്ട് മൊബൈലിൽ ചേച്ചിയുടെ വെയിറ്റ് ലോസ് വീഡിയോ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഞാൻ യൂട്യൂബ് വിസിറ്റ് ചെയ്യുന്ന ആളൊന്നുമില്ല. ചേച്ചിയുടെ ഇത് ശരിക്കും പിന്നെ അങ്ങനെ അതുവഴി മലയാളം യൂട്യൂബിൽ കുറച്ചൊക്കെ പിന്നെ അങ്ങനെയായി. ചേച്ചിനെ ഞാൻ സത്യമായിട്ട് ഇന്ന് കാണുന്നത് പ്രതീക്ഷിച്ചതേ ഇല്ല. എനിക്ക് ഭയങ്കര ഞാൻ എക്സൈറ്റഡ്. എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ആള് ഭയങ്കര, എനിക്കറിയില്ല, എനിക്ക് അവനോട് എന്താ പറയേണ്ടതെന്ന്. എനിക്ക് ഭയങ്കര ശരിക്കും സർപ്രൈസ്. കാക്കനാട് ആക്ച്വലി ഞാൻ പുറത്ത് ഇത്ര നാളായിട്ട് കാക്കനാട് വരുന്നു. ചേച്ചി ഒന്നും കാണാൻ പറ്റിയില്ലൊക്കെ ഇങ്ങനെ ചേച്ചി സങ്കടപ്പെടാറുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടാണ്. സോ ഫൈനലി നമ്മൾ മീറ്റ് ചെയ്തു. അപ്പൊ ഇനി എന്തായാലും കാണാം നമുക്ക് ഇതുപോലെ തന്നെ. പിന്നെ ഞാൻ അത് വേറൊരു കാര്യം, ഒരു സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും ചേച്ചിയുടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചേച്ചിയുടെ ചാനലിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് എന്നെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കറന്റ്ലി. സത്യം. അയ്യോ സോ സ്വീറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഓക്കെ, ബൈ ബൈ ബൈ. ഹലോ, അപ്പൊ അടുത്ത സബ്സ്ക്രൈബർ ആണിത്. ഹായ് രശ്മി. പിന്നെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആള് ഇതിന്റെ ഈവന്റ് കോർഡിനേറ്ററും കൂടിയാണ്. രശ്മി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം രശ്മിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ആള് പറഞ്ഞൊരു കാര്യം. ഞാൻ ഇതിനെപ്പോഴും നെഗറ്റീവ്സ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത് ശരിക്കും ആള് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി അതിന്റെ ആവശ്യമില്ലാന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ നെഗറ്റീവ് കമന്റ്സിന് റിവേർട്ട് ചെയ്യുന്ന കാര്യം നിർത്തി. അത് ചേച്ചി ഒരു കാരണവശാലും നെഗറ്റീവ് എടുക്കണം. അങ്ങനെ ഒത്തിരി പേര് നെഗറ്റീവ് ആയിട്ടുള്ളവരുണ്ട്. ചേച്ചി പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതി. ചേച്ചിന്ന് ഇൻസ്പിറേഷൻ കൊള്ളുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ അതിലൊരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മലയാളം പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. മേക്കപ്പും എല്ലാം എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പൊ അതുകൊണ്ട് ഞാനും ഭയങ്കര കുറച്ച് ഒരു കാര്യത്തിന് എനിക്ക് കുറച്ചൊരു ഇൻസ്പിറേഷൻ കിട്ടി ആളുടെ അടുത്ത് നിന്ന്. അതൊരു വലിയ കാര്യമാണ്, ഒരു സബ്സ്ക്രൈബറിന്റെ അടുത്ത് നിന്ന് ഒരു ഇൻസ്പിറേഷൻ. അപ്പൊ ഇനി കാണാൻ എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് സബ്സ്ക്രൈബറിനെ കാണുമായിരിക്കും. കാണുകയാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരും. അപ്പൊ ഓക്കെ, ബൈ ബൈ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. എൻ്റെ പേര് മഞ്ജു ഗോപാൽ. ഞാൻ വാഴക്കാലിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു പ്രൊഫഷൻ പറയുകയാണെങ്കിൽ ഞാനൊരു യൂട്യൂബറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മിസ്സസ് കേരള, അതായത് അത് നമ്മുടെ ഗൃഹലക്ഷ്മി പറഞ്ഞ പോലെ റീഡിഫൈനിങ് ദ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്. ഒരു വെളുത്ത നിറം അല്ലെങ്കിൽ നീണ്ട മുടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം പറയുന്നത് മനസ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഓഡിഷൻ ഇതായിരുന്നു. ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ലക്കിലി ഞാനും സെലക്ട് ആയി. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സെലക്ട് ആയി എന്ന് പറഞ്ഞതിന് ശേഷം വിളിച്ചു. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ രശ്മി. സോ ആള് ഇവിടെയായിരുന്നു. ആള് നമ്മുടെ കോമ്പറ്റീഷനിൽ നടത്തുന്ന ഒരു ഇതിലുണ്ടായിരുന്നു. എന്താണ് ആ ഒരു കമ്പനിയാണല്ലോ നടത്തുന്നത്. അപ്പൊ അവരുടെ ഇതിലുണ്ടായിരുന്നു. അപ്പൊ ആളും എൻ്റെ സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പൊ ഭയങ്കര ഹാപ്പി ആയി. അപ്പൊ അതിനുശേഷം ഇങ്ങനെ സെലക്ട് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരു റെഡ് ഗൗൺ വേണം,
പിന്നെ ഒരു റെഡ് ഡ്രസ്സും പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ ഗൗൺ 2 ഇവന്റിന് വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവർ തരുന്ന ഒരു സാരി, കേരള സാരി അവർ തരും. പിന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ ഒരു ബൊട്ടീക്ക് നമുക്ക് വേണ്ടിയുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്ത് തരും എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഈ നമുക്ക് സെലക്ഷൻ ആയി എന്ന് പറഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു എൻ്റെ ഡ്രസ്സ് അളവെടുക്കാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ കല്ലൂരുള്ള ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. സോ ഞാൻ ചെന്നപ്പോൾ തന്നെ ഫോട്ടോ കണ്ട് അവർ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വന്നിട്ട് ഒരു ഫുൾ കൈ ബ്ലൗസും ഒരു സാരിയും ആയിരുന്നു. ഓക്കെ, ബട്ട് ടു ബി വെരി ഓണസ്റ്റ് എനിക്ക് എൻ്റെ ഡ്രസ്സ് അത്രയും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ടു ബി വെരി ഓണസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് അടുത്ത പടി എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഹണ്ടിങ് ആയിരുന്നു. അതാണ് ഗൗൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ ഗൗൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ശരിക്കും ഞാൻ ഈ 32 പേരിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റെങ്കീല എന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ടാണ്. അപ്പോൾ റെങ്കീലേനെ ഞാൻ അന്ന് ആ അളവെടുക്കാൻ പോണ സമയത്താണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഞാനും റെങ്കീലയും പിന്നെ നയന എന്ന് പറഞ്ഞ കുട്ടി കൂടി അങ്ങനെ ഹണ്ടിങ് നടത്തി. ആൻഡ് ഫൈനലി ഞാനും റെങ്കീലയും തമ്മിൽ ഭയങ്കര കമ്പനിയായി. എൻ്റെ ഒരു സെയിം വേവ് ലെങ്ത് ഉള്ള ഒരാളാണ് റെങ്കീല. ആളുടെ വീട് കൊല്ലത്താണ്, പക്ഷെ കല്യാണം കഴിപ്പിച്ച് അയച്ചിരിക്കുന്നത് മലേഷ്യയിലേക്കാണ്. അപ്പോൾ ആളായിട്ട് ഭയങ്കര കമ്പനിയായി. അപ്പോൾ ശരിക്കും അവിടെ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ടാണ് റെങ്കീല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഗൗൺ കിട്ടിയില്ല. ആൻഡ് ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്ത് തയ്പ്പിക്കാമെന്ന്. ഞാൻ അത്ര അങ്ങ് വലിയ ഇതിലൊന്നും ഞാൻ തയ്പ്പിച്ചില്ല. ഞാനൊരു വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗൗൺ തന്നെ പറയാൻ പറ്റില്ല, ഒരു ചുമ്മാ ഒരു ഡ്രസ്സാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഐ വാസ് റോങ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫൈനലി പോകുന്നതിൻ്റെ തലേ ദിവസമാണ് എനിക്ക് റെഡ് ഡ്രസ്സ് കിട്ടിയത്. അത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അത് ശരിയായില്ല, എനിക്ക് കറക്റ്റ് ടൈമിൽ വന്നില്ലായിരുന്നു. അപ്പോൾ തലേ ദിവസം പോയിട്ട് റെഡ് ഡ്രസ്സ് വാങ്ങിച്ചു. സോ ലക്കിലി എനിക്ക് അത്യാവശ്യം നല്ലൊരു റെഡ് ഡ്രസ്സ് ലുലുന്ന് ഹസ്ബൻഡ് എന്നെ തിരഞ്ഞെടുത്ത് തന്നു കേട്ടോ. ഞാൻ ആകെ കൂടി മടുത്ത് പോയായിരുന്നു, ബട്ട് ആളെനിക്ക് ഹെൽപ്പ് ചെയ്ത് എടുത്തു തന്നു. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് പടി. ഇനി മൂന്നാമത്തത്, നമ്മൾ ഇവിടുന്ന് എല്ലാ ബാഗും എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആക്സസറീസും എല്ലാ സാധനം പാക്ക് ചെയ്ത് നമ്മൾ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അവർ സ്റ്റേ എന്തായാലും നമുക്ക് അറേഞ്ച് ചെയ്ത് തരില്ല. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തു, സീ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. മീൻസ് ഹോട്ടലിൽ എത്തി, ഇവിടുന്ന് വൈകുന്നേരം പുറപ്പെട്ടു. രാത്രി ആണ് നമ്മളിവിടെ എത്തിയത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ വെന്യൂവിലേക്ക് നടക്കുന്ന ഹോട്ടലിൽ അങ്ങോട്ടേക്ക് പോയി. കൊയിലോൺ ബീച്ച് റിസോർട്ട് ഹോട്ടൽ, അങ്ങനെ ഒരു ഹോട്ടലിലേക്കായിരുന്നു പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ആ സമയത്താണ് റെഡ് ഡ്രസ്സ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ ആ റെഡ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇതാ ഇപ്പോൾ വരാൻ പോകുന്നത്. കുറേ തപ്പി ലാസ്റ്റ് മൊമെന്റിൽ കിട്ടിയ ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇത്. കാണിച്ചു തരാം. അതെ, ഈ ചെരുപ്പ് മാറാൻ മറന്നു കേട്ടോ. ആ ചെരുപ്പല്ല കേട്ടോ ഞാൻ ഇടുന്നത്. കാണിച്ചു തരാം ഫുൾ മാറിയിട്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് റെങ്കീലയാണിത്. റെങ്കീല നല്ല സൂപ്പർ ഡ്രസ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒന്ന് കാണിക്കട്ടെ റെങ്കീല സൂപ്പർ ഡാഷിങ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എല്ലാവരും വന്നിട്ട് കാണിച്ചു തരാം. സ്മോൾ റിക്വസ്റ്റ്, കഴിയാവുന്ന ഫാമിലി ഇഷ്യൂസും പുറത്തുള്ള ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർത്തു വരാം വിത്തിൻ നെക്സ്റ്റ് 5 minutes. അത് കഴിഞ്ഞിട്ട് എന്നോട് ഇനി 5 minutes ഞാനൊന്ന് പുറത്തു പോയി വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴി പോകും. എഴുതുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് അപ്പോഴാണ് സെൽഫ് ഇൻട്രഡക്ഷൻ ആ റെഡ് ഡ്രസ്സിലൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടല്ലോ അല്ലെ. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ അവരുടെ ഒരു കോസ്റ്റ്യൂം റൗണ്ട്, അതിലാണ് ഞാൻ പറഞ്ഞ ഓരോരുത്തർക്ക് ഓരോ ഡ്രസ്സ് അവർ സ്റ്റിച്ച് ചെയ്ത് തന്നു. അപ്പൊ എൻ്റെ സാരി ഇതൊക്കെ സാരി ഇട്ടിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പൊ തന്നെ ഡ്രസ്സ് മാറി. അവര് ഒരു ടീഷർട്ട് തന്നായിരുന്നു. ഇപ്പൊ നമ്മൾ കൂടെ ജീൻസോ സ്കേർട്ടോ എന്താണെങ്കിലും കൊണ്ടുപോകാം. ഞാനൊരു ബ്ലാക്ക് ജീൻസ് എന്ന് പറയുമ്പോൾ ജെഗിങ്സ് ആണ് കൊണ്ടുപോയത്. അപ്പൊ അതിട്ടിട്ട് ആണ് അടുത്തൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് നമ്മുടെ അപ്പുറത്ത് തന്നെയായിരുന്നു ബീച്ച്. ആ ബീച്ചിൽ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട്. അപ്പൊ അതിന്റെ കുറച്ചൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം. ഹലോ, അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഡ്രസ് ചേഞ്ച്. ഇത് വന്നിട്ട് അവർ ബൊട്ടീക്കിൽ നിന്ന് തന്ന ഡ്രസ്സാണ്. ഇതൊരു ഫുൾ സ്ലീവുള്ള ബ്ലൗസും സാരിയാണ്. ഞാൻ ഫുൾ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ വന്നിട്ട് ഈ ഒരു സാരി എടുത്തിട്ടുള്ള ഫോട്ടോഷൂട്ട് റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഡ്രസ്സ്, എൻ്റെ സാരി എങ്ങനെയാണെന്നുള്ളത്.
ഓക്കെ, സോ അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇനി ഓൺ ദ വേ നമുക്ക് കാണാവേ. ഓ, അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ആണ് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കുറച്ച് ടോക്ക് ലൈക്ക് നമ്മുടെ സ്കിൻ എങ്ങനെ സംരക്ഷിക്കാം, മുടി എങ്ങനെ സംരക്ഷിക്കാം, പിന്നെ അതിൻ്റെ കുറച്ച് ഗ്രൂമിങ് സെഷൻ ലൈക്ക് എന്താണ് അസസ്മെന്റ്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കുഞ്ഞു ക്ലാസ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ടാലന്റ് റൗണ്ട് വന്നത്. ടാലന്റ് റൗണ്ട് ആ സെയിം ഡ്രസ്സിൽ തന്നെയായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഭയങ്കര ടാലന്റ് ഉള്ള ആൾക്കാരായിട്ട് ഞാൻ ശരിക്കും ഓരോരുത്തരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോണം. അത്രയും ടാലൻസ്, മൈം, ഡാൻസ്, പാട്ട്, പിന്നെന്താണ് സ്കിറ്റ് എന്നല്ല, എന്താണ് മൈം, പിന്നെന്താണ് ഓരോ സൗണ്ട് ഉണ്ടാക്കുന്നത്, പിന്നെ കവിത എഴുതിയിട്ടുള്ള ആൾക്കാർ, കഥ എഴുതിയിട്ടുള്ള ആൾക്കാർ, എനിക്ക് വയ്യ അത്രയും. പിന്നെന്താണ് പെയിന്റിങ്സ്, അതായത് ആ സമയത്ത് നിന്നിട്ടുള്ള പെയിന്റിങ്സ്, അങ്ങനെ കുറേ കഴിവുകളുള്ള സ്ത്രീകളെ ഞാൻ കണ്ടു. ശരിക്കും ഞാൻ പറയില്ല, നമ്മൾ എന്നെ തന്നെ എടുത്ത് ക്രെഡിറ്റിലിടാൻ തോന്നി. അത്രയും കഴിവുള്ള ആളുകളാണ് ശരിക്കും അവിടെ വന്നത്. അപ്പൊ അതായിരുന്നു അടുത്ത സെഷൻ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൊറിയോഗ്രാഫർ വന്നു, ശ്യാം എന്ന് പറഞ്ഞിട്ട്. ആള് ഡൽഹിയിലാണ്, ബട്ട് സ്റ്റിൽ മലയാളിയാണ്. അപ്പോഴാണ് നമ്മുടെ ക്യാറ്റ് വാക്ക് പഠിപ്പിച്ചത്. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്തത് 9:30 രാത്രി. അതൊരു 11:30 വരെ നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് ക്യാറ്റ് വാക്ക് ചെയ്ത് പഠിപ്പിച്ചു. അപ്പൊ അതിൻ്റെ കുറച്ച് എന്താണ് വരുന്നുണ്ട്. Session on makeup and hairstyle. Good afternoon. Good afternoon. നമ്മൾ അപ്പോൾ ബീച്ചിലേക്ക് പോവാണ്. അവിടെ വെച്ചിട്ടൊരു ബീച്ച് ഷൂട്ട് ഉണ്ട്. ഇത് നമ്മുടെ രംഗീലയാണ് കൂടെ ഉള്ളത്. ബാക്കിയുള്ള സുന്ദരിമാരെ എല്ലാരും കണ്ടോളൂ. അനീത മൂർത്തി. വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എത്തണമെന്ന് പറഞ്ഞു. 7:30 എത്തണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 7:30 എത്തി. പക്ഷെ കൊറിയോഗ്രാഫർ എത്തിയത് 8:30. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഷട്ടേന്ന് കഴിച്ചിട്ട് വേഗം പിന്നെ നമ്മൾ ഓൺ ദ സ്റ്റേജിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേജിൽ വെച്ചിട്ട് വീണ്ടും കൊറിയോഗ്രാഫി നമ്മളെ കുറച്ച് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പറഞ്ഞു. നടന്ന് പഠിപ്പിച്ചു. എനിക്കൊക്കെ നല്ല ചീത്ത കേട്ടിട്ടുണ്ട് ആളുടെ അടുത്ത് നിന്ന്. കാരണം ഇതൊന്നും അറിയില്ല, മീൻസ് ക്യാറ്റ് വാക്കിൻ്റെ ശരിയാവാഞ്ഞിട്ട്. പക്ഷെ ശരിക്കും കുറച്ചൊരു പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, ശരിക്കും മോഡൽസ്, ലൈക്ക് അവർ ശരിക്കും ലിറ്ററലി ദേ ആർ മോഡൽസ്. അപ്പോൾ അവർ ക്യാറ്റ് വാക്ക് ഒക്കെ ചെയ്യണുണ്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് കൊതി വന്നു പോകും. അത്രയും നല്ല, ശരിക്കും അവരിൽ 2 പേർക്കുമാണ് ഫസ്റ്റും സെക്കൻഡും കിട്ടിയത് തന്നെ. അപ്പോൾ ഭയങ്കര നന്നായിട്ട് നടക്കുന്നു. ശരിക്കും ഓരോരുത്തരുടെ ബോഡി ലൈക്ക് ശരിക്കും 1-2 പേരുടെയൊക്കെ ശരിക്കും നല്ല സൂപ്പർ ഫിഗർ. ശരിക്കും അവർ മോഡൽസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള 2 പിള്ളേർക്കാണ് ഇങ്ങനെ കിട്ടിയത്, ഫസ്റ്റും സെക്കൻഡും. അപ്പോൾ അതിൻ്റെയാണ് കുറച്ചതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. നമ്മൾ രാവിലെ തന്നെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 7:30 ഇവിടെ എല്ലാവരും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റേജ്. അപ്പോൾ ഇപ്പോൾ രാവിലെ വന്നിട്ട് ക്യാറ്റ് വാക്ക് പ്രാക്ടീസിങ് ആണ് കേട്ടോ. ഓക്കെ, അതാണ് ഇന്ന് രാവിലത്തെ വിശേഷം. അപ്പോൾ ഇന്നാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത്. അപ്പോൾ രാവിലെ 7 to 2 o'clock വരെ പ്രാക്ടീസ്. അത് കഴിഞ്ഞ് 2 മണിക്ക് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പോകും. 6:30 ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈ 11:30 നമ്മുടെ ഷോ കഴിയും എന്നാണ് ഒരു ഉദ്ദേശം.
അപ്പോൾ എന്തായാലും ഞങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കണ്ടോ, നമ്മുടെ കൊറിയോഗ്രാഫർ ഓരോരുത്തരെ കൊണ്ട് നടത്തിക്കുകയാണ്. വന്നിട്ട് നമ്മുടെ മെയിൻ പരിപാടിയാണ് ഫിനാലെ. അപ്പൊ അതില് നമ്മൾക്ക് സാരിയാണ്, സാരി അവർ തരും. സമര സിൽക്സ് ആണ് സ്പോൺസർ ചെയ്തത്. അപ്പൊ സാരി ഉടുപ്പിക്കാനായിട്ട് ആളുണ്ടായിരുന്നു, മേക്കപ്പ് ചെയ്യാനായിട്ട് ആളുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര നമ്മൾക്ക് എത്ര ആള് വേണം അതിനനുസരിച്ച് ശരിക്കും മേക്കപ്പ് ചെയ്യാനായിട്ട് ആളുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് എന്റെയൊക്കെ ആകെ കൊളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹെയർ ഒക്കെ ആകെ വൃത്തികേടാക്കിയിട്ടാണ് അവർ കെട്ടി തന്നത്. സോ ആ ഒരു പാർട്ട് വന്നിട്ട് ശരിക്കും അവര് ഒട്ടും തന്നെ കെയർ ചെയ്തില്ല എന്ന് പറയാം. പിന്നെ ഞാൻ എന്റെ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലൈക്ക് ഒരുപാട് തിരക്കായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കാണ് കുട്ടികൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു. അവിടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇങ്ങനെ തമിഴിൽ എഴുതിയില്ലല്ലോ മോഷണം എന്ന് പറയുന്നത്. എൻ്റെ ശരിക്കും ഒരു 4-5 ലിപ്സ്റ്റിക്, അതും ഒരെണ്ണം പുതിയത് ഞാൻ തലേ ദിവസം വാങ്ങിച്ചതാണ് ഈ ഒരു ഇതിന് വേണ്ടി. അതും എൻ്റെ കുറെ മേക്കപ്പ് ബ്രഷസ്, അതാണ് എനിക്ക് ഏറ്റവും മിസ് ചെയ്തത്. പിന്നെ എൻ്റെ തലമുടി ചെയ്യുന്ന ബ്രഷ്, കുറെ ക്ലിപ്സ് എല്ലാം ആരോ അടിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന്. ഓക്കെ, ശരിക്കും അവിടെ നമ്മുടെ അഷ്ടമുടി എന്ന് പറയുന്നത് കൊല്ലത്തുള്ളൊരു സലൂണാണ്. അവരിപ്പോ ഇവിടെ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരാണ് ഈ നമ്മുടെ ഈ ഒരു ഗ്രൂമിങ് സെഷൻ സ്പോൺസർ ചെയ്തിരുന്നത്. അപ്പൊ അവർ തന്നെ കൊണ്ടുവന്ന കുറെ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, മുഴുവൻ ഉണ്ടായിരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു മേക്കപ്പ് അതാണ് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ ആരാണ് എടുത്തുകൊണ്ട് പോയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് സാരി എടുക്കാൻ പോയി, അവിടെ ആ ഒരു പൗച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആരോ അടിച്ചുകൊണ്ട് പോയി, എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഡെസ്പായി പോയൊരു സംഭവമാണ് അത്. കാരണം എൻ്റെ അത്രയും കുറെ 1-2 ലിപ്സ്റ്റിക് അത്യാവശ്യം നല്ല വിലയുള്ള ലിപ്സ്റ്റിക് ആയിരുന്നു. അപ്പൊ അതങ്ങനെ പോയി. അതെന്റെ ടോട്ടലി എനിക്ക് ഭയങ്കര ഡൗൺ ആയിപ്പോയി ഞാൻ ആ ഒരു കാര്യം കൊണ്ട് തന്നെ. പിന്നെ ഞാൻ അവിടെ അഷ്ടമിയുടെ അടുത്ത് അവരുടെ ശരിക്കും അതിന്റെ MD, അതായത് ആളുടെ ഓണറുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബട്ട് ശരിക്കും ഐഡിയലി എന്താണ് ഒരു ഇത്തിരിയെങ്കിലും റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കുന്നത് ഞാൻ വിചാരിച്ചു. ബട്ട് അവർ കാണിച്ചില്ല. ഓക്കെ, അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഡെസ്പായി പോയൊരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ റാമ്പിലേക്ക് എത്തി. പിന്നെ ഫസ്റ്റ് റൗണ്ട് വന്നിട്ട് എന്താണ് നമ്മുടെ ഈ കേരള സാരി റൗണ്ട് ആയിരുന്നു. സെക്കൻഡ് റൗണ്ട് വന്നിട്ട് അവർ തന്ന സാരിയും ബ്ലൗസും, അതായത് ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സ് അത് തന്നിട്ടുള്ള റൗണ്ട് ആയിരുന്നു. തേർഡ് വന്നിട്ട് ഗൗൺ ഇട്ട റൗണ്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് 3 റൗണ്ട്. ജഡ്ജസ് ആയിട്ട് വന്നത് ജിലു ജോസ്, നമ്മുടെ ഗൃഹലക്ഷ്മിയുടെ ഫ്രണ്ടില് മറ്റേ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന ആ ഒരു പിക്കില് ആ കുട്ടി. പിന്നെ എന്താണ് നമ്മുടെ വിവേക് ഗോപൻ, നമ്മുടെ സീരിയലിലെ ആരാണ് പേരെന്താ ജാന പേര് സൂരജ്. ഓക്കെ, എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആളാണ് സൂരജ് ഏട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ തന്മാത്രയിലെ മോഹൻലാലിന്റെ വൈഫായിട്ട് അഭിനയിച്ച ലേഡി ഉണ്ടായിരുന്നു. പേര് ഞാൻ മറന്നുപോയി ഇപ്പൊ. പിന്നെ വേറൊരു സിംഗർ മെറിറ്റിന്റെ ഒരു ഓണർ ലേഡി ഉണ്ടായിരുന്നു. അപ്പൊ അവർ 4 പേരായിരുന്നു ഈ ജഡ്ജസ് ആയിട്ട് ഇരുന്നിരുന്നത്. We have Ms. Jilu Joseph, who is a model, actor, a name that has become synonymous with the whole movement of Grihalakshmi, the breastfeeding campaign, the cover page which got international acclaim. Welcome you, Jilu. May I welcome Ms. Alpana Sarda, the head of marketing, HR and CSR of Singer India. Please put your hands together for Ms. Alpana. And finally, to complete the panel, we thought we should need a male perspective. We have Mr. Vivek Gopan here, ladies and gentlemen, who is a film and serial personality, a heartthrob of many women out here. Welcoming you, Vivek. So I'm sure you will be set and that's Shruti Raj, a cabin crew from Pathanamthitta. Manju Gopal, a YouTuber from Kochi. Ashwati Sukesh, soft skill trainer from Kochi. And now a homemaker from Kollam.
Yamini Rajan from Kochi. I wanna feel oppressed without any rest. I wanna just next to my soul. I wanna feel oppressed without any മത്സരം എൻ്റെ നിയോജക മണ്ഡലത്തിൽ വെച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഷ്കൃത ലോകത്തേക്ക് പക്ഷെ അപ്പോൾ ഓൾടുഗദർ എനിക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ശരിക്കും ഞാൻ ഇതിന്റെ ക്യാപ്ഷൻ കണ്ടത് ശരിക്കും മാറുന്ന ഒരു സൗന്ദര്യ സങ്കല്പം എന്നാണ്. അപ്പൊ അത് പക്ഷെ ഈ ഒട്ടും സൗന്ദര്യ സങ്കല്പം മാറാത്ത രീതിയിൽ തന്നെയാണ് അവർ ആ ഒരു വിന്നേഴ്സിനെ തെരഞ്ഞെടുത്തതെന്നാണ്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് 1-2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവര് ഓരോരുത്തരും ലൈക്ക് നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് കണ്ട് മാത്രം അവര് ശരിക്കും ജഡ്ജ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെയല്ലാതെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ലൈക്ക് അവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മിസ്സസ് ആയത് ശേഷം, അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹത്തെ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടല്ല അവർ കൊടുത്തത്. ടോട്ടലി ആ ഒരു ഓൺ സ്റ്റേജ് പെർഫോമൻസ്, അവരുടെ ഡ്രസ്സ്, അതിലൊക്കെ വേണ്ടിയിട്ടാണ്. അതൊക്കെ ശരിക്കും ആ ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് അവർ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. കാരണം ഒരു കുട്ടി ഉണ്ടായിരുന്നു ലൈക്ക് അത് എന്താണ് നമ്മുടെ പഠിപ്പ് നിന്ന് പോയ പെൺകുട്ടികൾക്ക് കൂടുതൽ ഫെർദർ ആയിട്ട് പഠിപ്പിച്ചിട്ട് അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു NGO കൈൻഡ് ഓഫ് ഇത് നടത്തുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ശരിക്കും പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് ആളായിരുന്നു. അപ്പൊ ആൾക്ക് കിട്ടുന്നതൊക്കെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അതെങ്ങനെ ഉണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര ഡെസ്പായി പോയൊരു കാര്യമാണ്. വേറൊരു കാര്യം ഒട്ടും മാറിയിട്ടില്ല. അപ്പൊ കാറ്റ് വാക്ക്, ടോട്ടൽ അപ്പിയറൻസ്, പിന്നെ ഡ്രസ്സിങ്. ഓക്കെ ലൈക്ക് ഞാൻ ഓരോരുത്തരുടെ ഗൗണിന്റെ വിലയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ലൈക്ക് 24,000, 32,000, 25,000. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഞാൻ ഗൗൺ തയ്ച്ചോണ്ട് 2,000 റുപ്പീസ് വരെ ആയിട്ടുണ്ടായിരുന്നില്ല. സോ അത്രയും നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഞാൻ ആ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കാണ്. അപ്പോൾ ടോട്ടലി എൻ്റെ ഓൾ ടുഗദർ എക്സ്പീരിയൻസ് വാസ് ഗുഡ്. ബട്ട് സ്റ്റിൽ അഗെയിൻ ഞാൻ ഈ പറഞ്ഞ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശരിക്കും ടോട്ടൽ അത് വെച്ച് മാത്രം അവർ ജഡ്ജ് ചെയ്തു എന്നുള്ളത് ഭയങ്കര എനിക്ക് വിഷമായി പോയി. വേറെ ഒരു ക്രൈറ്റീരിയയും അവർ നോക്കിയില്ല. ഓക്കെ, അതൊരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഈവൻ എനിക്ക് മാത്രമല്ല ഒരുപാട് പേര് അങ്ങനെ പറയുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അതൊരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. ലൈക്ക് നല്ല ഗൗണും നല്ല ഡ്രസ്സും ഒക്കെ നന്നായിട്ട് തന്നെ നോക്കണം. എല്ലാം അവർ ഇത് ചെയ്യും. ഈവൻ നിങ്ങൾ പോവാൻ നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ കാറ്റ് വാക്ക് പഠിച്ചു കേട്ടോ. കാരണം അത് നന്നായിട്ട് ഗുണം ചെയ്യും. ഓൺ സ്റ്റേജ് പെർഫോമൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയൊന്നുമല്ല, അത് മാത്രമാണ് അവർ അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ മിസ്സസ് കേരള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബട്ട് കിട്ടിയാലും പിന്നെ എനിക്ക് കിട്ടിയില്ലെന്ന് എനിക്ക് ഒരു പ്രൈസ് പോലും കിട്ടിയിട്ടില്ല. അതെൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു എന്തായി എന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം പോയിക്കോളൂ കേട്ടോ. ഇറ്റ്സ് ലൈക്ക് ഒരു എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ. ബട്ട് നമ്മൾ കുറച്ച് കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാത്തവരും അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് ആസ് യൂഷ്വൽ നെക്സ്റ്റ് ടൈം കാണും വരെ എല്ലാവരും മിസ്സസ് കേരളയാണ്. മിസ് കേരള ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും മിസ് കേരള മിസ്സസ് കേരളയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വിചാരിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.